നമുക്കറിയാം ബങ്കിം ചന്ദ്ര ചാറ്റർജി 1875 വന്ദേ മാതരം രചിച്ചതിന് ശേഷം പിന്നീട് 1882 ആനന്ദമഠത്തിന്റെ ഭാഗമായ നോവലിന്റെ ഭാഗമായി അദ്ദേഹം വന്ദേ മാതരത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ബംഗാൾ നേരിട്ട വലിയ ക്ഷാമമായിരുന്നു. ആ ക്ഷാമത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അവിടുത്തെ സെമീന്ദാർമാർ നാട്ടിലെ ജനങ്ങളിൽ നിന്നും പണം പിരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അധിക നികുതിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയുടെ ഭാഗമായി ബംഗാളിൽ ഉണ്ടായിട്ടുള്ള ആ ഭക്ഷ്യക്ഷാമവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ആനന്ദമഠത്തിൽ ഒരു തരത്തിൽ ജനങ്ങളിൽ നിന്നും ഈ നികുതി പണം സെമീന്ദാർമാർക്ക് വേണ്ടി പിരിച്ചെടുക്കുന്ന ഹിബാബുമാരെ അവരെ മുസ്ലിം മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഇടനിലക്കാരായി തൊഴിലാളികളായിരുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിന്റെ ആകെ കുഴപ്പമെന്ന നിലയിലേക്ക് ആനന്ദമഠത്തിൽ ഒരു മുസ്ലിം വിരോധത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന കാഴ്ചയുണ്ട്. അതിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന മുസ്ലിം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തൊഴിലാളി കൂടിയായിരുന്ന അദ്ദേഹം ബ്രിട്ടീഷുകാരെയും സെമീന്ദർമാരെയും വെള്ളപൂശിക്കൊണ്ട് ഇതിന്റെ നികുതി പിരിക്കുന്ന തൊഴിലാളികളായിട്ടുള്ള മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മോശപ്പെടുത്തുന്നതിലേക്ക് അവതരിപ്പിക്കുന്നു. ആദ്യത്തെ 12 ഈരടികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രകൃതി രമണീയതയെ, ഇന്ത്യയുടെ ദേശീയതയെ, അതുപോലെ വന്ദേ മാതരത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തെ അവതരിപ്പിക്കുന്നെങ്കിൽ അതിനുശേഷം ആയുധധാരിയായിട്ടുള്ള കാളി രൂപത്തിലേക്ക് വന്ദേ മാതരത്തെ അവതരിപ്പിക്കുന്നു. അത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്നതാണ് എന്ന് ചർച്ച ചെയ്യപ്പെട്ടത് 1937 കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഗാന്ധിയും നെഹ്റുവും പട്ടേലും രവീന്ദ്രനാഥ് ടാഗോർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നു. ആ ചർച്ചയുടെ ഭാഗമായി അവർ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണെന്നതോടൊപ്പം തന്നെ മതനിരപേക്ഷത മുന്നോട്ട് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന്റെ ഭാഗമായി 12 വരികൾക്ക് ശേഷമുള്ള മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യപ്പെടുന്ന, വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന വന്ദേ മാതരത്തിന്റെ തുടർന്നുള്ള ഈരടികൾ അവതരിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തന്നെ AICC സമ്മേളനം അന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഇന്ന് കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്ത് വന്ദേ മാതരം അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് കണ്ടതെന്ന് നാം കാണുകയാണ്. കോൺഗ്രസിന്റെ തന്നെ 1937 AICC സമ്മേളനം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഏറ്റവും പ്രോജ്വലമായ ഇടങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് കൂടുന്ന സമ്മേളനത്തിനകത്ത് തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി 80 വർഷക്കാലം പിന്നിടുമ്പോൾ ആ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് തന്നെ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നു. നിശബ്ദമാകുന്ന കോൺഗ്രസിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധിയെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ നിശബ്ദമായി ആ പാട്ടിന്റെ താളത്തിനൊപ്പം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ സംഘപരിവാറിന്റെ വർഗീയതയ്ക്ക് മുമ്പിൽ നിശബ്ദമാകുന്ന കോൺഗ്രസിനെ നമുക്ക് രാജ്യത്തിനകത്ത്, നമ്മുടെ സംസ്ഥാനത്തിനകത്ത് VD സതീശനിലും രാഹുൽ ഗാന്ധിയിലുമെല്ലാം കാണാൻ കഴിയുന്ന നിലയിലേക്ക് ഇന്ത്യ രാജ്യത്തിനകത്തെ കോൺഗ്രസ് വർഗീയതയ്ക്ക് മുമ്പിൽ നിശബ്ദമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ലാതിരുന്ന RSS, മാപ്പിരുന്ന RSS, ഇന്ത്യയുടെ ദേശീയ പതാകയെ പോലും അംഗീകരിക്കാതിരുന്ന കോൺഗ്രസ്, ഗാന്ധി വധത്തിന് ശേഷം നിരവധിയായ തവണ RSSന്റെ നേതാക്കന്മാർ പട്ടേലിനെ കണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പട്ടേലിനെ കണ്ട് RSSന്റെ നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് പട്ടേൽ പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കണം, ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കണമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇന്ത്യയുടെ ദേശീയ പതാകയും അംഗീകരിക്കാതിരുന്ന സംഘടനയായിരുന്നു RSS എന്ന് നാം മനസ്സിലാക്കണം. ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കാതിരുന്നതിന്റെ കാരണമാണ് ഏറ്റവും വിചിത്രം. 3 അക്കം, 3 കളർ എന്ന് പറയുന്നത് 3 അക്കം, അത് അശുഭകരമാണ്. അതുകൊണ്ട് 3 കളറുള്ള 3 അക്കത്തിൽ വരുന്ന ദേശീയ പതാക അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ലെന്നും RSSന്റെ കാവി പതാക ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കണമെന്ന് പറഞ്ഞ സംഘടനയുടെ പേരാണ് RSS. അതിന്റെ നേതാക്കന്മാരാണ് ഗുരുജി ഗോൾവക്കറും സവർക്കറും അടക്കമുള്ള നേതാക്കന്മാർ. ആ സംഘടന ഇന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വമാകുമ്പോൾ ഈ രാജ്യത്തിനകത്ത് RSS ദേശീയ ചിഹ്നങ്ങളെ
അവർ വളഞ്ഞ വഴിയിലൂടെ കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വന്ദേ മാതരത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിനകത്ത് വീണ്ടും മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഈ രാഷ്ട്രത്തിനകത്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദുർബലമാകുന്ന കോൺഗ്രസിനെ രാജ്യത്തിന്റെ തലസ്ഥാനത്തിനകത്ത് നമ്മൾ ഇന്ന് കണ്ടതാണ്. ആ നിലയിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന 80-ാം വർഷം ഈ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസമാണ്. ഇന്ന് പലരും നമ്മുടെ നാട്ടിൽ ചോദിക്കും, എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ രാജ്യത്തിന് നൽകിയ സംഭാവന? ആ രാജ്യത്തിന് നൽകിയ സംഭാവന എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിനകത്ത് ഭഗത് സിംഗിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൂക്കിലേറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ യൂണിയൻ ജാക്കറ്റ് പറിച്ച് താഴേക്കിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ രാഷ്ട്രീയ നേതാവിന്റെ പേര് ഹർഷിത് സിംഗ് ഈ രാജ്യത്തിനകത്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സുർജിത്ത് ആയിരുന്നു. അങ്ങനെ സുർജിത്തിനെ പോലെയുള്ള നിരവധിയായ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ രാജ്യത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കാതിരുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് RSS എന്ന് പറയുന്നത്. RSSും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം ഇന്ന് കേരളത്തിലും ചോദിക്കാറുണ്ട്, ഈ ഭരണ മാറ്റത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിനകത്ത് എന്താണ് ഇടതുപക്ഷം നൽകിയ സംഭാവന, കമ്മ്യൂണിസ്റ്റുകൾ നൽകിയ സംഭാവന എന്ന് ചോദിക്കപ്പെടുമ്പോൾ നമ്മുടെ രാജ്യം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല. ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് മാതൃകയാകുമ്പോൾ കേരളം നേടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയാണ്. കേരളം കേട്ട ഏറ്റവും മനോഹരമായ വാക്കുകൾ ഏതെന്ന് ചോദിക്കപ്പെടുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാം, മഹാത്മാ അയ്യങ്കാളി പറഞ്ഞ, നിങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങൾ പുല്ല് കയറി പോകട്ടെ, പാഠമില്ലെങ്കിൽ ഇനി പാടത്തേക്കില്ല എന്ന് പറഞ്ഞ വാക്കുകളാണ്. ആ വാക്കുകളിൽ നിന്നാണ് കേരളം മുന്നോട്ട് നടന്നു തുടങ്ങിയത്. ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ പിറവിയെടുക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് നാം സ്വപ്നം കാണും. ആ കുഞ്ഞിനെ ജീവിതത്തിന്റെ ഏത് വഴികളിലൂടെ സഞ്ചരിക്കണം, ആ കുട്ടിയെ ഡോക്ടറാക്കണമോ നഴ്സാക്കണമോ അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഉന്നതമായ പടവുകൾ ആ കുട്ടി നടന്നു കയറുന്നതിനെ കുറിച്ച് ആ കുഞ്ഞിന്റെ രക്ഷകർത്താക്കൾ സ്വപ്നം കാണും. പോലീസുകാരനോ അല്ലെങ്കിൽ പട്ടാളക്കാരനോ അല്ലെങ്കിൽ അധ്യാപകനോ മറ്റേതെങ്കിലും തരത്തിലേക്ക് ആ കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കാണും. ഇന്നലെ അങ്ങനെ സ്വപ്നം കാണാൻ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു രക്ഷകർത്താവിന് കഴിയുമായിരുന്നു എന്ന് ചോദിച്ചാൽ കഴിയുമായിരുന്നില്ല. കാരണം എന്താണ്? ജാതി വ്യവസ്ഥയുടെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ പിറവിയെടുക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഭാവി കൂടി അവിടെ തീരുമാനമെടുക്കുകയായിരുന്നു. നെയ്ത്തുകാരന്റെ മകളന്ന് നിശ്ചയമായും നെയ്ത്തുകാരി തന്നെയാകുമായിരുന്നു. അലക്കുകാരന്റെ മകൻ അലക്കുകാരനും കർഷക തൊഴിലാളിയുടെ മകൾ നിശ്ചയമായും പാടത്തും പറമ്പത്തും ഇറങ്ങി പണിയെടുക്കേണ്ട കർഷക തൊഴിലാളി തന്നെയാകുമായിരുന്നു. അവിടെ ചെത്തുകാരന്റെ മകൻ ചെത്തുകാരനും മരം കയറ്റ തൊഴിലാളിയുടെ മകൻ മരം കയറ്റ തൊഴിലാളി തന്നെ ആകുമായിരുന്ന ഒരു കാലത്തു നിന്നും ഈ കേരളത്തിന്റെ സാമൂഹ്യ പരിവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് അക്ഷരത്തിന്റെ ലോകത്തിലൂടെ ഒരു ജനതയെ കൈപിടിച്ചു കൊണ്ടുപോകണമെന്നാണ് മഹാത്മാ അയ്യങ്കാളി അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ആ പാഠമില്ലെങ്കിൽ ഇനി പാടത്തേക്കില്ല എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചു. അവിടെയാണ് 987 എന്ന് പറയുന്ന വർഷം ഈ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത്. 1987 എന്ന് പറയുന്ന വർഷം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്നത് ചന്ദനത്തിന്റെ മണം ഇങ്ങനെ നിത്യവും പരിമളം ചൊരിയുന്ന ഏലംകുളം മനക്കൽ പിറന്നു വീണ ശങ്കര നമ്പൂതിരിപ്പാട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ജാത്യാചാരത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും എല്ലാം കുടുംബം മുറിച്ചുകൊണ്ട് പൂനൂട് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത സാമൂഹ്യ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഈ കേരളം രാജ്യത്തിനും ലോകത്തിനും നേടിയെടുത്ത ഏറ്റവും വലിയ എന്ന നിലയിലേക്ക് തൊഴിലാളി വർഗത്തിന്റെ വലിയ മുന്നേറ്റമായി 1987 ഒരു ജനകീയ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആ ജനകീയ ഗവൺമെന്റ് ഈ കേരളത്തിന്റെ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച് നിരവധിയായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിലൊരു ഇടമില്ലെന്ന് കവി പാടിയ നാട്ടിൽ മനുഷ്യനെ ഭൂമിക്ക് അവകാശികളാക്കി മാറ്റിയ ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കം കുറിച്ചു. തന്റെ കുടികിടക്കുന്ന പറമ്പിൽ പണിയെടുത്ത് കിട്ടുന്ന ആ അധ്വാനവും അതുപോലെ തന്നെ തന്റെ പറമ്പിൽ വിളയുന്ന കായ്കനികളുടെ എല്ലാം അവകാശികളായി മാറുന്ന ജന്മികൾ ആ കായ്കനികൾ പറിച്ചു കൊണ്ടുപോകുമ്പോൾ നിഷ്കളങ്കമായി നോക്കിക്കാണുന്ന ആ കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ പഴയകാല സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായി നാടകങ്ങളിലൂടെയും കവിതകളിലൂടെയും നമ്മൾ കണ്ടത് ഒരു ഇരുണ്ട കാലത്തെ കുറിച്ചാണ്.
ആ ഇരുണ്ട കാലത്തിൽ നിന്നും ഒരു പുതുകാലത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ മനുഷ്യനെ ഭൂമിക്ക് അവകാശികളാക്കി മാറ്റിയ, മരിച്ചാൽ കുഴിച്ചിടാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത മനുഷ്യനെ ഭൂമിക്ക് അവകാശികളാക്കി മാറ്റിയ ഭൂപരിഷ്കരണ നിയമത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ബന്ധ നിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കി. ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും സമ്പത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യനായി കണ്ടുകൊണ്ട് ഒരു ജനതയെ അക്ഷരത്തിന്റെ വിസ്മയിപ്പിക്കുന്ന ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ വിദ്യാഭ്യാസ ബന്ധ നിയമമാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമൂലമായ പരിഷ്കരണത്തിന്, സാമൂഹ്യ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത്. അവിടെ കുട്ടികൾ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും സമ്പത്തിന്റെയും അതിർവരമ്പുകൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് അക്ഷരത്തിന്റെ വിസ്മയിക്കുന്ന ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഈ കേരളത്തിനകത്ത് സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഭൂമി നഷ്ടപ്പെട്ട ജന്മിയായിരിക്കും ആദ്യം സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് കരുതിയെങ്കിൽ ഭൂമിയേക്കാൾ വലുതാണ് അക്ഷരത്തിന്റെ ലോകമെന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഭൂമി നഷ്ടപ്പെട്ട ജന്മി അത് സഹിച്ചെങ്കിൽ അക്ഷരം അരികുവൽക്കരിക്കപ്പെട്ടവന്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ, അതുപോലെ തന്നെ ദളിതന്റെ, ആദിവാസിയുടെ, ഈഴവാദി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്റെ കൈവിരൽ തുമ്പിലേക്ക് എത്തിയപ്പോൾ അത് സഹിക്കാതെ അന്നത്തെ ജന്മി മാടമ്പി ഭൂപ്രഭുത്വം, ഈ നാടുവാഴിത്തം തെരുവിലേക്ക് ഇറങ്ങി. വിമോചന സമരത്തിന്റെ ഭാഗമായി തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ആ വിമോചന സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഗവൺമെന്റ്, ഈ രാജ്യത്തെ നെഹ്റുവിന്റെ കോൺഗ്രസ് ഗവൺമെന്റ് EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് തന്റെ ജനതയ്ക്ക് അറിവ് പകർന്നു കൊടുത്തതിന്റെ ഭാഗമായി, വിദ്യാഭ്യാസം എല്ലാ മനുഷ്യരിലേക്കും എത്തിച്ചതിന്റെ ഭാഗമായി അധികാരം നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് 1989 EMSന്റെ ഗവൺമെന്റിനാണ് എന്ന് നാം മനസ്സിലാക്കണം. അറിവിന് അത്രമാത്രം കരുത്തുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. ആ കരുത്തിലൂടെയാണ് കേരളം മുന്നോട്ട് നടന്നത്. ഇന്ന് കേരളം നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടം ഏതെന്ന് ചോദിക്കപ്പെടുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാം, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല നേടിയെടുത്ത നേട്ടത്തിന്റെ ഭാഗമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദേശ സർവകലാശാലകളിലേക്ക് പറിച്ചു നടുന്നു. അതുപോലെ തന്നെ വിദേശത്തേക്ക്, യൂറോപ്പിലേക്ക് തൊഴിൽ തേടി പോകുന്നു. മൈഗ്രേഷൻ നടക്കുന്നു. വലിയ പ്രതിസന്ധിയാണ്, പ്രശ്നങ്ങളാണ് എന്ന നിലയിലേക്ക് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും രാജ്യത്തെ ഏത് ഉന്നതമായ വിദേശ സർവകലാശാലകളിൽ ആ സമ്പന്നമായ നാടുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ കഴിയുന്ന നിലയിലേക്ക് തലച്ചോറുകളെ രൂപപ്പെടുത്തിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കരുത്തുമായിട്ടാണ് വിദേശ സർവകലാശാലകളിലേക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ പോകുന്നത്. അതുപോലെ മെറ്റയും ആമസോണും ഗൂഗിളും അടക്കമുള്ള ഏത് ബഹിരാഷ്ട്ര കമ്പനികളിലേക്കും ആ തൊഴിൽ കമ്പോളങ്ങളിൽ അവിടുത്തെ വിദേശ രാജ്യങ്ങളിലെ സമ്പന്ന നാടുകളിലെ ചെറുപ്പവുമായി സംവദിക്കാൻ കഴിയുന്ന, തൊഴിൽ കമ്പോളങ്ങളിൽ മത്സരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിന്റെ യൗവനത്തെ പ്രാപ്തമാക്കിയ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കരുത്തുമായിട്ടാണ് തൊഴിൽ കമ്പോളങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പം പോകുന്നത്. ആ നിലയിൽ മികച്ച വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്താൻ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് കഴിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊച്ചുകുട്ടിയുടെ വിരൽ തുമ്പിലേക്ക് വിവര സാങ്കേതിക വിദ്യയുടെ വിസ്മയ ലോകത്തേക്ക് എത്തിക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അഴിമതിയിൽ നിന്ന് മുക്തമാക്കി ആധുനികവൽക്കരിക്കപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വിവര സാങ്കേതിക മേഖലയുടെ മികവുമായി ഈ രാജ്യത്തിനകത്ത് കേരളത്തിന്റെ സർവകലാശാലകൾ ലോകോത്തര നിലവാരത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലം. അതാണ് കേരളം നേടിയെടുത്ത നേട്ടം.